മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവ് ജയിലിൽ നിന്ന് പുറത്തിറക്കി. അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നും ഡൽഹിയിൽ പ്രതിഷേധിച്ചു. കേസിൽ നേരത്തെ അറസ്റ്റിലായ ബിആർഎസ് നേതാവ് കെ കവിതയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ തന്നെ ആം ആദ്മി വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല, കൺവീനർ സ്ഥാനം ഒഴിയില്ല. അതിന്റെ തുടർച്ചയെന്നോണം കസ്റ്റഡിയിലിരിക്കുമ്പോഴും ഭരണനിർവഹണം നടത്തുന്നു അരവിന്ദ് കെജ്രിവാൾ. ഉത്തരവ് പുറത്തുവരുന്നു, മറുഭാഗത്ത് പ്രതിഷേധങ്ങൾ തുടരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ജയിലിലിരുന്ന് ഭരിക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ അനുവദിക്കില്ല എന്ന് BJP കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഡൽഹി സർക്കാരിന്റെ ഭരണപരമായ ഉത്തരവുകൾ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ആദ്യമായി അദ്ദേഹം കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ജലവകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് ഒരു കുറിപ്പിന്റെ രൂപത്തിലാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ, ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നതിനായി മന്ത്രി അദിഷിയെ ചുമതലപ്പെടുത്താനുള്ള നിർദ്ദേശവും അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന് നൽകിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ടും ഡൽഹിയുടെ ഭരണം സാധ്യമാണ് എന്ന കൃത്യമായ സന്ദേശം BJPക്ക് നൽകാൻ തന്നെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു നടപടി കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ കെജ്രിവാളിന് എതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുകയും ഏത് തരത്തിൽ അതിനെ നേരിടണമെന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കസ്റ്റഡിയിലാണെങ്കിലും ജയിലിലാണെങ്കിലും കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതില്ല, അദ്ദേഹം തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായി തുടരാനുള്ള ഒരു തീരുമാനം എടുത്തത്. അത് കൃത്യമായി നടപ്പാക്കി കാണിക്കുകയാണ് കെജ്രിവാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്നും ഡൽഹിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ ശക്തമായ പ്രതിഷേധം തന്നെ ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഡൽഹി ITOയിലെ പെഡസ്ട്രിയൻ ക്രോസ് വേയിലാണ്, അതായത് റോഡിന്, ഡൽഹി നോയിഡ റോഡിന് മുകളിലുള്ള പെഡസ്ട്രിയൻ ക്രോസ് വേയിലാണ് ആം ആദ്മി പ്രവർത്തകർ വലിയ ഫ്ലെക്സ് ബോർഡുകളുമായി പ്രതിഷേധിച്ചത്. മേം ബി കെജ്രിവാൾ, ഞാനും കെജ്രിവാൾ ആണെന്ന വലിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ 2 ഫ്ലെക്സ് ബോർഡുകളുമായാണ് വനിതാ പ്രവർത്തകർ ഈ പെഡസ്ട്രിയൻ ക്രോസിന് മുകളിൽ നിലയുറപ്പിച്ചത്. ഏറെ നേരം അവർ ഇവിടെ പ്രതിഷേധം തുടർന്നു. കാരണം വനിതാ പോലീസുകാർ ഉൾപ്പെടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കൂടാതെ ഇവരെ റോഡിന് മുകളിലുള്ള ഈ ക്രോസ് വേയിൽ നിന്നും താഴെ ഇറക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ട് പോലീസിന് ഇടപെടാൻ ആദ്യഘട്ടത്തിൽ മടിച്ചു. പിന്നീട് പോലീസ് എത്തി ഇവരെ നീക്കുകയായിരുന്നു. എന്നാൽ അറസ്റ്റ് വരിക്കാൻ ഇവർ തയ്യാറായില്ല. തങ്ങൾ പ്രതിഷേധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു അനുവാദത്തിന്റെ ആവശ്യമില്ല എന്നും വീടുകളിലേക്ക് മടങ്ങുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രതിഷേധിച്ച സ്ത്രീകൾ മടങ്ങിപ്പോവുകയായിരുന്നു. എന്തായാലും കെജ്രിവാളിനെ അതേസമയം ചോദ്യം ചെയ്യൽ, വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യഘട്ടത്തിൽ കെജ്രിവാളിനെ മാത്രം ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യുക. അത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അന്വേഷണം, കെജ്രിവാളിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അടക്കമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആദ്യഘട്ട ചോദ്യം ചെയ്യൽ. തുടർന്ന് കവിത, മനീഷ് സിസോദിയ അടക്കമുള്ളവർക്ക് ഒപ്പം ഇരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ എന്തായാലും ഹോളിക്ക് മുമ്പായി ഇപ്പോൾ കെജ്രിവാളിനെ ഒറ്റയ്ക്കിരുത്തി വിശദമായുള്ള ചോദ്യം ചെയ്യലായും ആകും നടക്കുക എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഡൽഹിയിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും ആം ആദ്മി പാർട്ടി. അതിനൊപ്പം തന്നെ ഇപ്പോൾ 6 ദിവസത്തെ കസ്റ്റഡിയാണല്ലോ ഈ കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതിയിലുണ്ടല്ലോ. ബുധനാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ എന്നാണോ ബൽറാം? തീർച്ചയായും ഉന്മേഷ്, കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ്, അതായത് ശനിയാഴ്ച വൈകിട്ടാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഈ ഡൽഹി റൌസ് അവന്യൂ കോടതി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ട നടപടിക്ക് എതിരായ ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ കോടതി സമയം കഴിഞ്ഞ ശേഷമായിരുന്നു ഈ നടപടി. അടിയന്തരമായി ഹർജി പരിഗണിക്കണം, ഇന്ന് തന്നെ, ഞായറാഴ്ചയാണെങ്കിലും ഇന്ന് ഹർജി പരിഗണിക്കണമെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം. എന്നാൽ അത് അംഗീകരിക്കാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായില്ല. ഹോളി അവധിക്ക് ശേഷം ബുധനാഴ്ച മാത്രമായിരിക്കും കെജ്രിവാളിന്റെ ഈ ഹർജി, അതായത് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റും കസ്റ്റഡിയിൽ വിട്ട തീരുമാനവും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. ഈ ഹർജി ബുധനാഴ്ചയോടെ മാത്രമായിരിക്കും പരിഗണിക്കുക. വ്യാഴാഴ്ച വരെയാണ് നിലവിൽ കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഉന്മേഷ്.
ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആം ആദ്മി പ്രതിഷേധം ഇപ്പോഴും ഡൽഹിയിലുണ്ട്. ഇന്ന് രാവിലെയും പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് പ്രവർത്തകരെ അവിടെ നീക്കാൻ പോലീസ് ശ്രമിച്ചു. അവർ അതിന് വഴങ്ങാതെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത്.